കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ: യെഹെസ്കേൽ 45 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 45 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിന്റെ ഒരു വിശിഷ്ടാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം. അത് 25,000 മുഴം നീളവും 20,000 മുഴം വീതിയും ഉള്ളതായിരിക്കണം. അത് ചുറ്റുമുള്ള എല്ലാ അതിരോളവും വിശുദ്ധമായിരിക്കണം. അതിൽ 500 മുഴം നീളവും 500 മുഴം വീതിയുമായി ചതുരശ്രമായൊരു ഇടം വിശുദ്ധ സ്ഥലത്തിനുമായിരിക്കണം. അതിന് ചുറ്റുപാട് 50 മുഴം സ്ഥലം വെളിമ്പ്രദേശമായി കിടക്കണം. ആ അളവിൽ നിന്ന് നീ 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും അളക്കണം. അതിൽ അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരിക്കണം. അത് ദേശത്തിന്റെ വിശുദ്ധാംശമാകുന്നു. അത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അടുത്തുവരുന്നവരായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അത് അവരുടെ വീടുകൾക്കുള്ള സ്ഥലവും വിശുദ്ധ മന്ദിരത്തിനുള്ള വിശുദ്ധ സ്ഥലവുമായിരിക്കണം. പിന്നെ 25,000 മുഴം നീളവും 10,000 മുഴം വീതിയും ഉള്ളത് ആലയത്തിന് ശുശ്രൂഷകന്മാരായ ലേവ്യർക്ക് പാർപ്പാൻ ഗ്രാമങ്ങൾക്കായുള്ള സ്വത്തായിരിക്കണം. വിശുദ്ധാംശമായ വഴിപാടിന്റെ പാർശ്വത്തിൽ നഗരസ്വമായി 5,000 മുഴം വീതിയിലും 25,000 മുഴം നീളത്തിലും ഒരു സ്ഥലം നിയമിക്കണം. അത് യിസ്രായേൽ ഗൃഹത്തിനൊക്കെയും ഉള്ളതായിരിക്കണം. പ്രഭുവിനുള്ളതോ വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും മുമ്പിൽ പടിഞ്ഞാറുവശത്ത് പടിഞ്ഞാറോട്ടും കിഴക്കുവശത്ത് കിഴക്കോട്ടുമായിരിക്കണം. അതിന്റെ നീളം ദേശത്തിന്റെ പടിഞ്ഞാറെ അതിരു മുതൽ കിഴക്കേ അതിരുവരെയുള്ള അംശങ്ങൾ ഒന്നിനോട് ഒത്തിരിക്കണം. അത് ഇസ്രയേലിൽ അവനുള്ള സ്വത്തായിരിക്കണം. എന്റെ പ്രഭുക്കന്മാർ ഇനി എന്റെ ജനത്തെ പീഡിപ്പിക്കാതെ ദേശത്തെ ഇസ്രായേൽ ഗൃഹത്തിലെ അതത് ഗോത്രത്തിന് കൊടുക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇസ്രായേൽ പ്രഭുക്കന്മാരെ മതിയാക്കുവീൻ, സാഹസവും കവർച്ചയും അകറ്റി നീതിയും ന്യായവും നടത്തുവീൻ, എന്റെ ജനത്തോട് പിടിച്ചു പറിക്കുന്നത് നിർത്തുവീൻ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഒത്ത തുലാസും ഒത്ത ഏഫയും ഒത്ത ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഏഫയും ബത്തും ഒരു പ്രമാണമായിരിക്കണം. ബത്ത് ഹോമേറിന്റെ 10 ഏഫ ഹോമേറിന്റെ 10 ആയിരിക്കണം. അതിൽ പ്രമാണം ഹോമേറിനൊത്തതായിരിക്കണം. ശേക്കേൽ ഒന്നിന് 20 ഗേര ആയിരിക്കണം. 5 ശേക്കേൽ 5 അത്രേ, 10 ശേക്കേൽ 10 അത്രേ, 50 ശേക്കേൽ 1 മാനെ എന്നിങ്ങനെ ആയിരിക്കണം. നിങ്ങൾ വഴിപാട് കഴിക്കേണ്ടത് എങ്ങനെയെന്നാൽ, ഒരു ഹോമേർ കോതമ്പിൽ നിന്ന് ഏഫയുടെ 1/6, ഒരു ഹോമേർ യവത്തിൽ നിന്ന് ഏഫയുടെ 1/6 കൊടുക്കണം. എണ്ണയ്ക്കുള്ള പ്രമാണം 10 ബെത്ത് കൊള്ളുന്ന ഹോമേരായ ഒരു കോരിൽ നിന്ന് ബെത്തിന്റെ 10 കൊടുക്കണം. 10 ബെത്ത് ഒരു ഹോമേർ പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് ഭോജനയാഗമായും ഹോമയാഗമായും സമാധാനയാഗങ്ങളായും ഇസ്രായേലിന്റെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറങ്ങളിലെ 200 ആടുള്ള ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞാടിനെ കൊടുക്കണം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദേശത്തെ സകല ജനവും ഇസ്രായേലിന്റെ പ്രഭുവിനു വേണ്ടിയുള്ള ഈ വഴിപാടിനായി കൊടുക്കണം. ഉത്സവങ്ങളിലും അമാവാസികളിലും ശബത്തുകളിലും ഇസ്രായേൽ ഗൃഹത്തിന്റെ ഉത്സവ സമയങ്ങളിലൊക്കെയും ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും പാനീയയാഗങ്ങളും കഴിപ്പാൻ പ്രഭു ബാധ്യസ്ഥനാകുന്നു. ഇസ്രായേൽ ഗൃഹത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവൻ പാപയാഗവും ഭോജനയാഗവും ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: 1-ാം മാസം 1-ാം തീയതി നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെ എടുത്ത് വിശുദ്ധ മന്ദിരത്തിന് പാപപരിഹാരം വരുത്തണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തത്തിൽ കുറെ എടുത്ത് ആലയത്തിന്റെ മുറിച്ചുവരിലും യാഗപീഠത്തിന്റെ തട്ടിന്റെ 4 കോണിലും അകത്തെ പ്രാകാരത്തിന്റെ ഗോപുരത്തിന്റെ മുറിച്ചുവരിലും പുരട്ടേണം. അങ്ങനെ തന്നെ നീ 7-ാം മാസം 1-ാം തീയതി അബദ്ധത്താലും ബുദ്ധിഹീനതയാലും പിഴച്ചുപോയവനു വേണ്ടി ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ആലയത്തിന് പ്രായശ്ചിത്തം വരുത്തണം. 1-ാം മാസം 14-ാം തീയതി മുതൽ നിങ്ങൾ 7 ദിവസത്തേക്ക് പെസഹ പെരുന്നാൾ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അന്ന് പ്രഭു തനിക്കു വേണ്ടിയും ദേശത്തിലെ സകല ജനത്തിനു വേണ്ടിയും പാപയാഗമായി ഒരു കാളയെ അർപ്പിക്കണം. ഉത്സവത്തിന്റെ 7 ദിവസവും അവൻ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ആ 7 ദിവസവും ദിനംപ്രതി അർപ്പിക്കണം. പാപയാഗമായി ദിനംപ്രതി ഓരോ കോലാട്ടിൻകുട്ടിയെയും അർപ്പിക്കണം. കാള ഒന്നിന് 1 ഏഫയും
ആട്ടുകൊറ്റൻ ഒന്നിന് 1 ഏഫയും ഏഫ ഒന്നിന് 1 ഹീൻ എണ്ണയും വീതം അവൻ ഭോജനയാഗം അർപ്പിക്കണം. 7 മാസം 15 തീയതിക്കുള്ള ഉത്സവത്തിൽ അവൻ ഈ 7 ദിവസം എന്ന പോലെ പാപയാഗത്തിനും ഹോമയാഗത്തിനും ഭോജനയാഗത്തിനും എണ്ണയ്ക്കും തക്കവണ്ണം അർപ്പിക്കണം. യെഹെസ്കേൽ 46 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 46 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അകത്തെ പ്രാകാരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം വേലയുള്ള 6 ദിവസവും അടച്ചിരിക്കണം. ശബ്ബത്ത് നാളിലോ അത് തുറന്നിരിക്കണം. അമാവാസി ദിവസത്തിലും അത് തുറന്നിരിക്കണം. എന്നാൽ പ്രഭു പുറത്തുനിന്നു ആ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടന്നു ചെന്ന് ഗോപുരത്തിന്റെ മുറിച്ചുവരിനരികെ നിൽക്കണം. പുരോഹിതൻ അവന്റെ ഹോമയാഗവും സമാധാനയാഗവും അർപ്പിക്കുമ്പോൾ അവൻ ഗോപുരത്തിന്റെ ഉമ്മരപ്പടിക്കൽ നമസ്കരിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. എന്നാൽ ഗോപുരം സന്ധ്യ വരെ അടയ്ക്കാതെ ഇരിക്കണം. ദേശത്തെ ജനശബത്തുകളിലും അമാവാസികളിലും ഈ ഗോപുര പ്രവേശനത്തിങ്കൽ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. പ്രഭു ശബത്ത് നാളിൽ യഹോവയ്ക്ക് ഹോമയാഗമായി ഊനമില്ലാത്ത 6 കുഞ്ഞാടിനെയും ഊനമില്ലാത്ത 1 മുട്ടാടിനെയും അർപ്പിക്കണം. ഭോജനയാഗമായി അവൻ മുട്ടാടിനു 1 ഏഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ള ഭോജനയാഗവും ഏഫ ഒന്നിനു 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. അമാവാസ ദിവസത്തിലോ ഊനമില്ലാത്ത 1 കാളക്കുട്ടിയെയും 6 കുഞ്ഞാടിനെയും 1 മുട്ടാടിനെയും അർപ്പിക്കണം. ഇവയും ഊനമില്ലാത്തവ ആയിരിക്കണം. ഭോജനയാഗമായി അവൻ കാളയ്ക്കു 1 ഏഫയും മുട്ടാടിനു 1 ഏഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫ ഒന്നിനു 1 ഹീൻ എണ്ണ വീതവും അർപ്പിക്കണം. പ്രഭു വരുമ്പോൾ അവൻ ഗോപുരത്തിന്റെ പൂമുഖം വഴിയായി കടക്കയും ആ വഴിയായി തന്നെ പുറത്തേക്ക് പോകുകയും വേണം. എന്നാൽ ദേശത്തെ ജനം ഉത്സവങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നമസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോകുകയും വേണം. താൻ വന്ന ഗോപുരം വഴിയായി മടങ്ങിപ്പോകാതെ അതിനെതിരെയുള്ളതിൽ കൂടി പുറത്തു പോകണം. അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മധ്യേ വരികയും അവർ പോകുമ്പോൾ അവനും കൂടെ പോകുകയും വേണം. വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ഭോജനയാഗം കാളയ്ക്ക് 1 ഏഫയും മുട്ടാടിനു 1 ഏഫയും കുഞ്ഞാടുകൾക്ക് തന്റെ പ്രാപ്തി പോലെയുള്ളതും ഏഫയ്ക്കു 1 ഹീൻ എണ്ണയും വീതം ആയിരിക്കണം. എന്നാൽ പ്രഭു സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നുകൊടുക്കണം. അവൻ ശബത്ത് നാളിൽ ചെയ്യുന്നതുപോലെ തന്റെ ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിക്കണം. പിന്നെ അവൻ പുറത്തേക്ക് പോകണം. അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുരം അടയ്ക്കണം. 1 വയസ്സ് പ്രായമുള്ളതും ഊനമില്ലാത്തതുമായ 1 കുഞ്ഞാടിനെ നീ ദിനംപ്രതി യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. രാവിലെ തോറും അതിനെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗമായി നീ രാവിലെ തോറും ഏഫയിൽ 6 നേരിയ മാവ് കുഴയ്ക്കേണ്ടതിന് ഹീനിൽ 3 എണ്ണയും അർപ്പിക്കണം. അത് ഒരു ശാശ്വത നിയമമായി യഹോവയ്ക്കുള്ള നിരന്തര ഭോജനയാഗം. ഇങ്ങനെ അവർ രാവിലെ തോറും നിരന്തര ഹോമയാഗമായ കുഞ്ഞാടിനെയും ഭോജനയാഗത്തെയും എണ്ണയെയും അർപ്പിക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: പ്രഭു തന്റെ പുത്രന്മാരിൽ ഒരുത്തനു ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവന്റെ അവകാശമായി അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കണം. അത് അവകാശമായി അവരുടെ കൈവശം ഇരിക്കണം. എന്നാൽ അവൻ തന്റെ ദാസന്മാരിൽ ഒരുത്തന് തന്റെ അവകാശത്തിൽ നിന്നും ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടുതലാണ്ടുവരെ അവനുള്ളതായിരിക്കണം. പിന്നത്തേതിൽ അത് പ്രഭുവിന് തിരികെ ചേരണം. അതിന്റെ അവകാശം അവന്റെ പുത്രന്മാർക്ക് തന്നെ ഇരിക്കണം. പ്രഭു ജനത്തെ അവരുടെ അവകാശത്തിൽ നിന്ന് നീക്കി അവരുടെ അവകാശത്തിലൊന്നും അപഹരിക്കരുത്. എന്റെ ജനത്തിൽ ഓരോരുത്തരും താന്റെ അവകാശം വിട്ട് ചിന്നിപ്പോകാതെ ഇരിപ്പാൻ അവൻ സ്വന്തം അവകാശത്തിൽ നിന്ന് തന്നെ തന്റെ പുത്രന്മാർക്ക് അവകാശം കൊടുക്കണം. പിന്നെ അവൻ ഗോപുരത്തിന്റെ പാർശ്വത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുചെന്ന് അവിടെ ഞാൻ പടിഞ്ഞാറെ അറ്റത്തൊരു സ്ഥലം കണ്ടു. അവൻ എന്നോട്, പുരോഹിതന്മാർ അകൃത്യയാഗവും പാപയാഗവും പാകം ചെയ്യുന്നതും ഭോജനയാഗം ചുടുന്നതുമായ സ്ഥലം ഇത് ആകുന്നു. അവർ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് അപ്പുറത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോകാതെ ഇരിപ്പാൻ തന്നെ എന്നു അരുളിച്ചെയ്തു. പിന്നെ അവൻ എന്നെ പുറത്തെ പ്രാകാരത്തിലേക്ക്
കൊണ്ടുപോയി പ്രാകാരത്തിന്റെ 4 മൂലയ്ക്കിലും ചെല്ലുമാറാക്കി. പ്രാകാരത്തിന്റെ ഓരോ മൂലയിലും ഓരോ മുറ്റമുണ്ടായിരുന്നു. പ്രാകാരത്തിന്റെ 4 മൂലയിലും 40 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള അടയ്ക്കപ്പെട്ട മുറ്റങ്ങൾ ഉണ്ടായിരുന്നു. 4 മൂലയിലുമുള്ള അവ 4നും ഒരേ അളവായിരുന്നു. അവയ്ക്ക് 4നും ചുറ്റും ഒരു പന്തി കല്ല് കെട്ടിയിരുന്നു. ഈ കൽനിരകളുടെ കീഴെ ചുറ്റും അടുപ്പ് ഉണ്ടാക്കിയിരുന്നു. അവൻ എന്നോട്, ഇവ ആലയത്തിന്റെ ശുശ്രൂഷകന്മാർ ജനത്തിന്റെ ഹനനയാഗം പാകം ചെയ്യുന്ന വെപ്പുപുരയാകുന്നു എന്ന് അരുളിച്ചെയ്തു. പത്രോസ് എഴുതിയ 1 ലേഖനം 3 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 3 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതുമായ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവരുടെ മക്കൾ ആയിത്തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ചു സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാവകാശികൾ എന്നും ഓർത്തു അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ. നീതിനിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാൻമാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയുമരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിനോ നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്കു വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ച് ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ യേശുക്രിസ്തുവിന് പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. 145 സങ്കീർത്തനം. 145 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങൾ. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവന്റെ മഹിമ അഗോചരമത്രേ. തലമുറ തലമുറയോട് നിന്റെ ക്രിയകളെ പുകഴ്ത്തി
നിന്റെ വീര്യപ്രവൃത്തികളെ പ്രസ്താവിക്കും. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. മനുഷ്യർ നിന്റെ ഭയങ്കര പ്രവൃത്തികളുടെ ബലം പ്രസ്താവിക്കും. ഞാൻ നിന്റെ മഹിമയെ വർണ്ണിക്കും. അവർ നിന്റെ വലിയ നന്മയുടെ ഓർമ്മയെ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തന്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. യഹോവയെ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. മനുഷ്യപുത്രന്മാരോട് അവന്റെ വീര്യപ്രവൃത്തികളും അവന്റെ രാജ്യത്വത്തിൻ തേജസ്സുള്ള മഹത്വവും പ്രസ്താവിക്കേണ്ടതിന് അവർ നിന്റെ രാജ്യത്വത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കി നിന്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. നിന്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു. നിന്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തൽസമയത്തു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. നീ തൃക്കൈ തുറന്നു ജീവനുള്ളതിനൊക്കെയും പ്രസാദം കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ടു അവരെ രക്ഷിക്കും. യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. എന്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. സകല ജഡവും അവന്റെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. ആനന്ദത്തിൻ നായകനോടൊത്തു ഞാനും യാത്ര ചെയ്വതായി. ആനന്ദത്തിൻ നായകനോടൊത്തു ഞാനും യാത്ര ചെയ്വതായി. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. ഇടുക്കമാണിപ്പാത സ്വർഗീയ നാട്ടിലെത്തുവാൻ. ഇടുക്കമാണിപ്പാത സ്വർഗീയ നാട്ടിലെത്തുവാൻ. തടസ്സങ്ങളായുണ്ട സംഖ്യം ഘോരരായ ശത്രു സൈന്യവും. തടസ്സങ്ങളായുണ്ട സംഖ്യം ഘോരരായ ശത്രു സൈന്യവും. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. ഓടുന്നു ഞാൻ വേഗം വാക്കിങ്കൽ വിരുദു പ്രാപിപ്പാൻ. ഓടുന്നു ഞാൻ വേഗം വാക്കിങ്കൽ വിരുദു പ്രാപിപ്പാൻ. കഷ്ടതയും നിന്ന പരിഹാസമെല്ലാം ഏറ്റുകൊണ്ടുതാൻ. കഷ്ടതയും നിന്ന പരിഹാസമെല്ലാം ഏറ്റുകൊണ്ടുതാൻ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം മരുവിൽ. എൻ ജീവൻ എന്റെ യേശുവിനായി ഞാൻ അർപ്പിച്ചിടുന്നേ. എൻ ജീവൻ എന്റെ യേശുവിനായി ഞാൻ അർപ്പിച്ചിടുന്നേ. നിത്യതയിൽ ആനന്ദമായി വാണിടും ഞാൻ നിശ്ചയം തന്നെ. നിത്യതയിൽ ആനന്ദമായി വാണിടും ഞാൻ നിശ്ചയം തന്നെ.
ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം അരുളിൽ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം അരുളിൽ. ആദിയെ നീ വേഗം വന്നിടന്നേശുവിനരികിൽ. ആദിയെ നീ വേഗം വന്നിടന്നേശുവിനരികിൽ. പാപശാപമതൊക്കെ മാറ്റുവാൻ ശക്തനായവൻ മാത്രമേയുള്ളൂ. പാപശാപമതൊക്കെ മാറ്റുവാൻ ശക്തനായവൻ മാത്രമേയുള്ളൂ. ആനന്ദമേ ആനന്ദം എന്റെ ജീവിതം അരുളിൽ.